തൃശൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രി സൂപ്രണ്ട് തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ബാലഗോപാൽ, എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഒന്നും സംഭവിച്ചിട്ടില്ല. അവിടെ എല്ലാ വർഷവും ക്രിസ്മസിനും വിഷുവിനും ഓണത്തിനും ഗുഡ് ഫ്രൈഡേക്കും എല്ലാം ഓപ്പറേഷൻ തിയേറ്റർ അവധി കൊടുക്കാറുണ്ട്. അതുപോലെ മഹാനവമിക്കും എല്ലാ വർഷവും എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പതിവാണ്, അവധി കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഒരു അവധിയാണ് കൊടുത്തിരിക്കുന്നത്. എമർജൻസി ഓപ്പറേഷനുകളൊക്കെ യഥാസമയം തടസ്സം കൂടാതെ നടക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അതെന്ത് നടപടിയാണെന്നൊന്ന് പറയാമോ? കാരണം ഈ സർക്കുലറിൽ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ഡോക്ടർമാർക്കും ടെക്നീഷ്യൻസ്മാർക്കും ഒക്കെ അവധി കൊടുത്തിട്ടുണ്ട് എന്ന്. പിന്നെ അങ്ങനെ സർക്കുലർ അങ്ങനെ എഴുതിയിട്ടില്ല. അവധി ടെക്നീഷ്യന്മാർക്ക് കൊടുത്തായിട്ട് സർക്കുലർ എഴുതിയിട്ടില്ല. പിന്നെ എന്ത് അവധിയാണ് നൽകിയിരിക്കുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിന് എല്ലാ വർഷവും എല്ലാ അവധി ദിവസങ്ങളിലും ക്രിസ്മസ്, ഓണം, വിഷു, ഗുഡ് ഫ്രൈഡേ എല്ലാം അവധി കൊടുക്കാറുണ്ട്. ഡോക്ടർ, ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഈ ടെക്നീഷ്യന്മാരും ഡോക്ടർമാരും ഒക്കെ പെടുന്നതല്ലേ ആ ഒരു ഏരിയ? അതെ അതെ അതെ. അപ്പോൾ പിന്നെ താങ്കൾ പറയുന്നത് അവർക്ക് അവധി കൊടുക്കുന്ന കാര്യം അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അല്ല, അവർക്ക് പ്രത്യേകിച്ച് അവധി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം അവധി വേണ്ട ആൾക്കാരെ സാധാരണ സർക്കാർ നിയമം അനുസരിച്ച് അവധി എടുക്കേണ്ടതാണ്. അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കേണ്ട ആവശ്യം എന്താണ്? എല്ലാ വർഷവും ഇറക്കാറുള്ള സർക്കുലറാണിത്. അപ്പോൾ എങ്ങനെ ഈ ഓപ്പറേഷൻ നടക്കുമെന്നാണ് താങ്കൾ പറയുന്നത്? എമർജൻസി ഓപ്പറേഷൻ തിയേറ്റർ നടക്കും. അതിനുള്ള സ്റ്റാഫുകൾ ഇവിടെയുണ്ട്. അപ്പോൾ അവധി കൊടുത്തിട്ടുമുണ്ട്, എന്നാൽ സ്റ്റാഫുകളുണ്ട്. അതൊരു വളരെ വിചിത്രമായ ഒരു കാര്യമാണല്ലോ ഡോക്ടർ. അല്ല, ഒരു വൈചിത്രം അതിലില്ല. ആവശ്യമുള്ള സ്റ്റാഫ് ഇവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരിക്കും. ആ സമയങ്ങളിൽ എമർജൻസി ഓപ്പറേഷൻ എല്ലാം തടസ്സം കൂടാതെ നടക്കുന്നതാണ്. അതായത് ഡോക്ടർ, താങ്കൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, അവധി വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് നാളെ അവധി എടുക്കാം, അല്ലാത്തവർക്ക് ഡ്യൂട്ടിക്ക് വരാം എന്നാണോ? അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? ഇത് എല്ലാ വർഷവും വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും ഗുഡ് ഫ്രൈഡേക്കും ഓപ്പറേഷൻ തിയേറ്റർ അവധിയാണ്. അതുപോലുള്ള റുട്ടീനായിട്ടുള്ള ഒരു അവധിയാണ് ഇതും. ഇത് പുതുമയല്ല, എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പതിവാണ്. ഇതിൽ ഒരു പുതുമയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആവശ്യമില്ല. തുടർന്നോളൂ. ഇതിൽ വിവാദം ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതിൽ വിവാദമുണ്ട് ഡോക്ടർ. താങ്കൾ പറയുന്നു ഇത് വർഷങ്ങളായി നടത്തുന്ന ഒരു പതിവാണ് എന്ന് സമ്മതിക്കുന്നു. ഞാൻ നാളെ ഒരു കാര്യം ചോദിക്കട്ടെ, നാളെ എങ്ങനെയാണ് നിങ്ങൾ അവിടെ ഷിഫ്റ്റ് അറേഞ്ച് ചെയ്യുക? ഡോക്ടർമാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ ഒക്കെ ഷിഫ്റ്റ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുക? ഡോക്ടർമാർക്കൊന്നും അവധി കൊടുത്തിട്ടില്ല. എല്ലാ ഡോക്ടർമാരും ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമാണ്, ഇലക്ടീവ് ഓപ്പറേഷൻ തിയേറ്ററിൽ മാത്രമാണ് അവധി. എമർജൻസി ഓപ്പറേഷൻ നടക്കുന്നതാണ്. അതിനൊരു മാറ്റവും ഇല്ല. ശരി, ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ അത്തരത്തിൽ താങ്കൾ പറയുന്ന ഒക്കെ സമ്മതിക്കുന്നു. എങ്കിൽ പോലും ഇവിടെ അടിയന്തര ഓപ്പറേഷന് വേറെ സംവിധാനം ഉണ്ട് എന്നും പറയുന്നു. എങ്കിൽ പോലും പല രോഗികളും കാത്തു നിൽക്കുന്നുണ്ടാകാം. ഇപ്പോൾ ഈ അവധി കൊടുത്തിരിക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ നടത്തേണ്ടവർ അവരൊക്കെയായി സംസാരിച്ചിട്ടാണോ നിങ്ങൾ ഇത്തരത്തിൽ ഒരു നടപടിയുമായി പോകുന്നത്? അതെ, എല്ലാവരോടും സംസാരിച്ചിട്ടാണ്. അവരൊക്കെ സംസാരിച്ചപ്പോൾ എന്താണ് അവർ പറയുന്നത്? നിങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് മെഡിക്കൽ പരമായ ജ്ഞാനമൊന്നും ഈ രോഗികൾക്ക് ഉണ്ടാവില്ല. എല്ലാ വർഷവും ചെയ്യുന്ന ഒരു രീതിയിൽ ഡോക്ടർ, എല്ലാ വർഷത്തെ കാര്യം വിടൂ ഡോക്ടർ, നമുക്ക് ഇപ്പോഴത്തെ കാര്യം സംസാരിക്കാം. നിങ്ങൾ ഡോക്ടർമാർ അല്ലെങ്കിൽ മെഡിക്കൽ ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്നതിനപ്പുറത്തേക്ക് എതിര് പറയാൻ ഈ രോഗികൾക്കോ അവരുടെ കൂട്ടിരിപ്പുകാർക്കോ ഒരു ധാരണയൊന്നും ഉണ്ടാകില്ല. നിങ്ങൾ പറയുകയാണ് അത് നാളെയല്ല മറ്റന്നാളാണെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും. അതല്ലേ നടക്കുന്നത് യഥാർത്ഥത്തിൽ? അല്ല, ഇതില് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് എല്ലാ വർഷവും ചെയ്യുന്ന ഹോളിഡേസ് തന്നെയാണതും. എല്ലാ വർഷവും മഹാനവമിക്ക് അവധി, ഓപ്പറേഷൻ അവധി ഉണ്ട്. അതൊരു പുതിയ ഇഷ്യൂ അല്ല. എമർജൻസി ഓപ്പറേഷൻ, രോഗികൾക്ക് വേണ്ട അത്യാവശ്യം എമർജൻസി ഓപ്പറേഷനെല്ലാം പതിവായിട്ട് നടക്കും. ഒരു കാലതാമസം കൂടാതെ നടന്നിരിക്കും. ഡോക്ടർ, അതൊക്കെ നടക്കുമെന്ന് അപ്പോൾ പറയുമ്പോഴും താങ്കൾ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല അതിന് ഏത് തരത്തിലുള്ള സംവിധാനമാണ് നിങ്ങൾ അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന്. ഇവിടെ നമ്മുടെ എല്ലാ ഓപ്പറേഷൻ തിയേറ്ററിലും ഏർപ്പെടുത്തേണ്ട സംവിധാനം ഈ മെഡിക്കൽ കോളേജിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ 5ഓളം മെഡിക്കൽ കോളേജുകളുണ്ട്. ഡോക്ടർമാരും നഴ്സുമാരും അറ്റൻഡർമാരും ടെക്നീഷ്യന്മാരൊക്കെ ഇവിടെ നാളെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സർക്കുലർ ഇറക്കിയിരുന്നാണ് മനസ്സിലാകാത്തത്? സർക്കുലർ എല്ലാ വർഷവും ഇറക്കുന്ന. ഡോക്ടർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ കേരളത്തിൽ 5ഓളം മെഡിക്കൽ കോളേജുകളുണ്ട്, അവിടെയൊക്കെ ഇങ്ങനെ ഒരു സർക്കുലർ ഇറക്കിയതായി ഇതുവരെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എല്ലാ മെഡിക്കൽ കോളേജിലും തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രമാണ് ഇതുവരെ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു വാർത്തയാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും ഈ ദിവസങ്ങളിൽ അവധിയാണ്. ഇതൊരു എന്താ പറയുക, ഒരു നടപടിയാണോ ഇത്തരത്തിൽ എല്ലാ വർഷവും ഇങ്ങനെ സർക്കുലർ ഇറക്കിക്കൊണ്ടിരിക്കാം എന്നുള്ളത്? ഒരു നമ്മൾ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ നേർച്ച കഴിക്കലൊക്കെയാണോ ഇത്? നേർച്ച കഴിക്കലല്ല, അങ്ങനെ ഒരു രീതിയിലേക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. ഇത് എല്ലാ വർഷവും തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മാത്രമല്ല എല്ലാ മെഡിക്കൽ കോളേജിലും ഈ രീതി നടപ്പാക്കുന്നുണ്ട്. ഡോക്ടർ, അത്തരത്തിൽ അവധി കൊടുക്കുന്നത് ഒരു ശരിയായ രീതി, കാരണം ഓപ്പറേഷൻ തിയേറ്റർ അടക്കമുള്ള ഏറ്റവും ഒരു ആവശ്യം വേണ്ട ഒരു സർവീസിന് അവധി കൊടുക്കുന്നത് ശരിയായ രീതിയാണോ? ഞാൻ പറഞ്ഞല്ലോ, ഓണത്തിന് അവധി കൊടുക്കാറുണ്ട്, ക്രിസ്മസിന് അവധി കൊടുക്കാറുണ്ട്. ഇതെല്ലാം അവധി കൊടുക്കാറുള്ള ദിവസങ്ങളാണ്. പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ എമർജൻസി ഓപ്പറേഷനുകൾ പതിവ് പോലെ നടക്കുന്നതാണ്.
ഡോക്ടർ ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാം. ഒരർത്ഥത്തിൽ അവിടെ ഈ എമർജൻസി ആ ഓപ്പറേഷന്റെ കാര്യം ഡോക്ടർ പറഞ്ഞ് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ അവധി കൊടുക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ നാളെ നടത്തേണ്ട രോഗിയെ മറ്റന്നാളിലേക്ക് നിങ്ങൾ മാറ്റിവെക്കുന്നു. സത്യത്തിൽ അത് അവരെ ചൂഷണം ചെയ്യില്ല, കാരണം അവരുടെ സമയം നഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, ഇത് എല്ലാ മെഡിക്കൽ കോളേജ് ആസ്പത്രിയും ചില ദിവസങ്ങൾ അവധി കൊടുക്കാറുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററുകൾക്ക് ഓണത്തിന് കൊടുക്കാറുണ്ട്, വിഷുവിന് കൊടുക്കാറുണ്ട്, ക്രിസ്മസിന് കൊടുക്കാറുണ്ട്. വിവാദമാക്കേണ്ട ഒരു തീർച്ചയായിട്ടും. ഏതായാലും ഇത് പൊതുജനം തന്നെ ചർച്ച ചെയ്യട്ടെ. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏതായാലും വളരെയധികം നന്ദി. ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായതിന് വളരെ നന്ദി ഡോക്ടർ ബാലഗോപാൽ, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തൃശ്ശൂർ, ഞങ്ങളോട് സംസാരിച്ചതിന്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്ററിന് നാളെ പൂജ അവധി നൽകിക്കൊണ്ടുള്ള സർക്കുലർ ഇറങ്ങിയെന്ന വാർത്തയാണ് ഇപ്പോൾ ഞങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാർക്കും സ്റ്റാഫിനുമടക്കം അവധി നൽകിക്കൊണ്ടാണ് ഈ ഒരു സർക്കുലർ വന്നിരിക്കുന്നത്. അതേസമയം തന്നെ എമർജൻസി ആയ ഓപ്പറേഷൻസ് നടക്കുമെന്നും ഇപ്പോൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നു. ഇതെല്ലാ മെഡിക്കൽ കോളേജിലും ഈ ഒരു സർക്കുലർ ഇറങ്ങാറുണ്ട് എല്ലാ വർഷവും എന്നും അദ്ദേഹം പറയുന്നു.